നാളുകൾക്ക് മുമ്പേ പ്രചരണം തുടങ്ങി. ഒറ്റ ജീപ്പിൽ കറങ്ങി. പക്ഷേ ബീഹാർ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന് മുമ്പേ ഇന്ത്യ സഖ്യം പല വഴിയിൽ. പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസമായ ഇന്നലെയും ഒന്നിച്ച് സീറ്റ് ധാരണ പ്രഖ്യാപിക്കാൻ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾക്ക് കഴിഞ്ഞില്ല. RJD ഇന്നലെ 143 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 9 സഖ്യകക്ഷികൾ പരസ്പരം മത്സരിക്കുന്ന നിലയിലാണ്. 6 സീറ്റിൽ കോൺഗ്രസും RJDയും മുഖാമുഖമെത്തുമ്പോൾ 3 കോൺഗ്രസും CPIയുമാണ് മത്സരത്തിലുള്ളത്. ലാൽഗഞ്ചിൽ കോൺഗ്രസ് പിന്മാറുമെന്നും സൂചനയുണ്ട്. കോൺഗ്രസ് RJD പോരാട്ടം നടക്കുന്ന സീറ്റുകളിൽ 2ാം ഘട്ടത്തിലാണ് മത്സരമെന്നതിനാൽ അനുനയ ചർച്ച തുടരാനുള്ള സാധ്യതയുണ്ട്. സൗഹൃദ മത്സരമായി കണ്ടാൽ മതിയെന്ന് വിശദീകരിക്കുമ്പോഴും സഖ്യത്തിന് ക്ഷീണമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വോട്ടവകാശ യാത്രയിലുടനീളം തോളോട് തോൾ നിന്ന നേതാക്കൾ പിന്നീട് ഒരു ഘട്ടത്തിലും സംതൃപ്തരായിരുന്നില്ല എന്നാണ് വിവരം. അവസാന ഘട്ടത്തിൽ RJD നേതാവ് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച പോലും സാധ്യമായില്ല. ബീഹാറിന്റെ ചുമതലയുള്ള AICC ഭാരവാഹി കൃഷ്ണ അല്ലാവരുവും മുൻ മുഖ്യമന്ത്രിമാരായ അശോക് ഗെലോട്ടും ഭൂപേഷ് ബാഗലും ചർച്ച ഏകോപിപ്പിച്ചെങ്കിലും ഹൈക്കമാൻഡിന്റെ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ല. അർഹതയില്ലാത്ത പലർക്കും കോൺഗ്രസ് നേതൃത്വം സീറ്റ് നൽകിയെന്ന വിമർശനവും ഉയർന്നു കഴിഞ്ഞു. ജയസാധ്യതയുള്ള പലരെയും വെട്ടിയെന്നും പലയിടത്തും വെട്ടിയെന്ന ആരോപണം ഉണ്ടായി. 1/4 ലക്ഷത്തിൽ പരം സീറ്റുകൾക്ക് കോൺഗ്രസ് തോറ്റ റിഗ ബഗാഹ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ തന്നെ തോറ്റവർക്ക് ഇക്കുറിയും സീറ്റ് നൽകി. അതേസമയം 113 വോട്ടിന് തോൽവി നേരിട്ട ബിർബിഗയിലെ ഗജാനന്ദ് പ്രസാദ് സഹിക്ക് സീറ്റ് നൽകിയതുമില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാർ റാമിന്റെ സിറ്റിംഗ് സീറ്റായ കുടുംബ മണ്ഡലത്തിൽ RJD മത്സരിക്കുന്നില്ല എന്നത് മാത്രമാണ് ഏക ആശ്വാസം. പരിഹാര സാധ്യത ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ആശയവിനിമയം തുടരുമെന്നും സഖ്യമായി മത്സരിക്കുമെന്നും കോൺഗ്രസ് നേതാക്കളിൽ ചിലർ അവകാശപ്പെടുന്നു. സാഹചര്യം മനസ്സിലാക്കി സ്ഥാനാർത്ഥികളെ പിൻവലിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തേണ്ടതെന്ന് RJD പറയുന്നു. രാഷ്ട്രീയമായി ഇത് സാധ്യമാണോ എന്നതിന് യാതൊരു ഉറപ്പും ഇല്ല. സംസ്ഥാനത്ത് RJDയുടെ ശക്തി മനസ്സിലാക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെ ശ്രദ്ധിക്കണമായിരുന്നു എന്നാണ് RJD വക്താവ് മൃത്യുഞ്ജയ് തിവാരിയുടെ വിശദീകരണം. ദക്ഷിണേന്ത്യയിൽ തങ്ങൾ സീറ്റിന് വാശി പിടിക്കാറില്ലല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു. പരസ്പരം ഏറ്റുമുട്ടുന്നത് സഖ്യത്തിന്റെ പ്രകടനത്തെ പൊതുവിൽ ബാധിക്കുമെന്ന വിലയിരുത്തലുണ്ട്. അതിനിടെ ഏക ആശ്വാസം JMM മത്സരത്തിലില്ലെന്ന് പ്രഖ്യാപിച്ചതാണ്. RJDയും കോൺഗ്രസും നടത്തിയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് തങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തിയതെന്ന് JMM ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണം 2 പാർട്ടികൾക്കും ക്ഷീണമായി മാറി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. 2 ഘട്ടങ്ങളിലുമായി മൊത്തം 5000-ഓളം പേരാണ് പത്രിക നൽകിയത്. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 121 മണ്ഡലങ്ങളിലേക്ക് 2496 പത്രികകളാണ് ലഭിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ 488 തള്ളി. 70 പേർ പത്രിക പിൻവലിച്ചു. 1938 പേരാണ് മത്സരരംഗത്ത് ഉള്ളത്. നവംബർ 6-നാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 2ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലേക്ക് 2500-ഓളം പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്നാണ് അതിൻ്റെ സൂക്ഷ്മ പരിശോധന. 23 വരെ പിൻവലിക്കാം. നവംബർ 11-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച എൻഫോഴ്സ്മെന്റിന്റെ സ്ക്വാഡ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 23.41 കോടി രൂപ വില വരുന്ന മദ്യം പിടികൂടി. മദ്യനിരോധനം നിലവിലുള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ. എന്തായാലും അവസാനം വരെ വെള്ളം കോരിയിട്ട് പഠിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന രീതിയാണ് കോൺഗ്രസും RJDയും മറ്റ് സഖ്യകക്ഷികളും സ്വീകരിച്ചിരിക്കുന്നത് ബീഹാറിൽ. കോൺഗ്രസും RJDയും CPMും CPIയും CPI-MLും ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ ഈസിയായി ഭരണം പിടിക്കാമായിരുന്നു.
എല്ലാ സർവേകളും ഇതുതന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ നേതാക്കളുടെ ഈഗോ, നേതാക്കളുടെ മാനസിക പൊരുത്തമില്ലായ്മ എല്ലാം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു.